നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ രഘുനാഥ് ചൈതന്യ. ശാസ്ത്രത്തെയും ബഹിരാകാശത്തെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ ഇന്നത്തെ ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് സൈക്കിളിലും കാളവണ്ടിയിലും റോക്കറ്റ് ഭാഗങ്ങൾ കൊണ്ടുപോയിരുന്ന ഒരു രാജ്യത്ത് നിന്നും ഇന്ന് സ്വന്തമായി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന തലത്തിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുന്നു. എന്നാൽ നമ്മുടെ സ്വപ്നങ്ങൾ അവിടെയൊന്നും അവസാനിക്കുന്നില്ല. ചന്ദ്രയാനും മംഗൾയാനും ആദിത്യ എൽവണ്ണും ഒക്കെ ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ വെറും നാഴികക്കല്ലുകൾ മാത്രമായിരുന്നു. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് നാഴികക്കല്ലുകളിൽ നിന്നും മെഗാ പ്രൊജക്റ്റുകളിലേക്കാണ്. അതെ, ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ ഏറ്റവും പുതിയതും ബൃഹത്തുമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇന്ത്യ സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം അഥവാ സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ പോകുന്നു. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ BAS എന്ന് പേരിട്ടിരിക്കുന്ന ഈ സ്വപ്ന പദ്ധതിയുടെ ആദ്യഘട്ടം 2028 തന്നെ യാഥാർത്ഥ്യമാകും. 2035 ഈ നിലയം പൂർണ്ണ സജ്ജമാക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. നമ്മുടെ കേന്ദ്ര ക്യാബിനറ്റ് ഇതിനകം തന്നെ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകുകയും ആദ്യ മോഡ്യൂൾ നിർമ്മിക്കുന്നതിനായിട്ട് 1763 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു കഴിഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ഒരു ബഹിരാകാശ നിലയം? എന്തിനാണ് കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഇന്ത്യ ഇത്തരമൊരു നിലയം നിർമ്മിക്കുന്നത്? ഇതിൻ്റെ തന്ത്രപ്രധാനമായ ആവശ്യകതകൾ എന്തൊക്കെയാണ്? ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് സ്വന്തമായിട്ട് സ്പേസ് സ്റ്റേഷനുകൾ ഉള്ളത്? ഇന്ത്യയുടെ ഈ നീക്കം എങ്ങനെയാണ് ലോക ബഹിരാകാശ ഗവേഷണ രംഗത്തൊരു ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം വളരെ ലളിതമായിട്ട് എന്നാൽ വളരെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമേ തന്നെ പറയട്ടെ, ഇതിലുപയോഗിച്ചിരിക്കുന്ന വിഷ്വൽസ് ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിൻ്റെ വിഷ്വൽസ് അല്ല എന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. ആദ്യം തന്നെ എന്താണ് ഒരു ബഹിരാകാശ നിലയമെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ലളിതമായിട്ട് പറഞ്ഞാൽ, ഭൂമിയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ ബഹിരാകാശത്ത് പൊങ്ങിക്കിടക്കുന്ന മനുഷ്യർക്ക് താമസിക്കാനും ഗവേഷണങ്ങൾ നടത്താനും സാധിക്കുന്ന ഒരു ആധുനിക ലബോറട്ടറിയാണ് സ്പേസ് സ്റ്റേഷൻ. ഇത് ഭൂമിയെ മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഭൂമിയിൽ ഒരു വീടോ ലാബോ നിർമ്മിക്കുന്നത് പോലെ ഒറ്റയടിക്ക് ബഹിരാകാശത്തൊരു വലിയ നിലയം പണിയാനായിട്ട് കഴിയില്ല. അതിന് പകരമായിട്ട് ഭൂമിയിൽ വെച്ച് ഓരോ ചെറിയ ചെറിയ മുറികളായിട്ട്, ഇതിനെ നമ്മൾ മോഡ്യൂളുകൾ എന്നാണ് വിളിക്കുന്നത്, അങ്ങനെ മോഡ്യൂളുകൾ നിർമ്മിച്ച് റോക്കറ്റുകൾ വഴി ബഹിരാകാശത്ത് അവയെ എത്തിച്ച് അവിടെ വെച്ച് അവയെ പരസ്പരം കൂട്ടി യോജിപ്പിച്ചാണ്, ഈ പ്രോസസ്സിനെയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഡോക്കിങ്ങിലൂടെയാണ് പതുക്കെ പതുക്കെ ഒരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. നമുക്കറിയാം, സ്പേസിൽ ഗുരുത്വാകർഷണം വളരെ കുറവായിരിക്കും, അതായത് മൈക്രോ ഗ്രാവിറ്റിയുടെ അവസ്ഥ. ഈ അവസ്ഥയിൽ മനുഷ്യർക്ക് ആഴ്ചകളോ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ താമസിച്ച് വിവിധ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്താനായിട്ട് സ്പേസ് സ്റ്റേഷൻ അവസരമൊരുക്കും. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എന്തിനാണ് നമുക്കൊരു ബഹിരാകാശ നിലയം? ഭൂമിയിൽ തന്നെ ഒട്ടേറെ ലബോറട്ടറികൾ ഉള്ളപ്പോൾ എന്തിനാണ് ഇത്രയധികം പണം മുടക്കി ബഹിരാകാശത്ത് പോയിട്ട് പരീക്ഷണങ്ങൾ നടത്തുന്നത്? ഇതിന് പ്രധാനമായിട്ട് 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത് മൈക്രോ ഗ്രാവിറ്റിയിലെ ശാസ്ത്ര പരീക്ഷണങ്ങൾ. ഭൂമിയിലെ ഗുരുത്വാകർഷണ ബലം കാരണം ചില പ്രത്യേക രാസപ്രവർത്തനങ്ങളും ജീവശാസ്ത്രപരമായ മാറ്റങ്ങളും നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ ബഹിരാകാശത്തെ മൈക്രോ ഗ്രാവിറ്റിയിൽ വസ്തുക്കളുടെ ഭാരം ഏതാണ്ട് ഇല്ലാതെയാകുന്നതിനാൽ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാനും പുതിയ അലോയ്കൾ നിർമ്മിക്കാനും നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന്, ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ ക്രിസ്റ്റലുകൾ ഭൂമിയേക്കാളും വളരെ കൃത്യതയോടെയും വലിപ്പത്തിലും ബഹിരാകാശത്ത് വെച്ച് നിർമ്മിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ പേശികൾക്കും എല്ലുകൾക്കും ഗുരുത്വാകർഷണം ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു എന്ന പഠനം വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്കും സഹായകമാകും. രണ്ടാമത്തെ കാരണം ഭാവിയിലെ ബഹിരാകാശ യാത്രകൾക്കുള്ള തയ്യാറെടുപ്പാണ്. ഭാവിയിൽ മനുഷ്യർക്ക് ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ പോയി താമസിക്കണമെന്നുണ്ടെങ്കിൽ ദീർഘകാലം ബഹിരാകാശത്ത് കഴിഞ്ഞാലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് ബെഡായിട്ടാണ് സ്പേസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നത്. ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ, ജലശുദ്ധീകരണം, വായു പുനരുപയോഗം ഇതെല്ലാം പരീക്ഷിക്കുന്നത് ഈ സ്പേസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. മൂന്നാമതായിട്ട് നൂതന സാങ്കേതിക വിദ്യകളുടെ വികസനം. അതായത് ഭൂമിയിൽ സാധ്യമല്ലാത്ത പല കാര്യങ്ങളും ബഹിരാകാശത്ത് സാധ്യമാണ്. ഉദാഹരണത്തിന് മനുഷ്യ അവയവങ്ങളുടെ 3D പ്രിൻറ്റിംഗ്.
ഭൂമിയിൽ 3D പ്രിന്റിംഗ് ചെയ്യുമ്പോൾ ഗുരുത്വാകർഷണം കാരണം അവ താഴേക്ക് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. എന്നാൽ ബഹിരാകാശത്ത് കൃത്യമായ രൂപത്തിൽ ഇതിനെ നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതും കൂടാതെ പുതിയ തരം ഒപ്റ്റിക്കൽ ഫൈബറുകൾ, വളരെ കാര്യക്ഷമതയുള്ള സോളാർ പാനലുകൾ എന്നിവയുടെ ഗവേഷണത്തിനും സ്പേസ് സ്റ്റേഷൻ സഹായിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ തന്ത്രപ്രധാനമായ, അതായത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രാധാന്യം നോക്കാം. ബഹിരാകാശം ഇന്ന് വെറും ഒരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ സാമ്പത്തിക പോർക്കളം കൂടിയാണ്. നിലവിലെ ബഹിരാകാശത്ത് ആർക്കൊക്കെ സ്വന്തമായിട്ട് നിലയങ്ങൾ ഉണ്ടെന്നും കൂടെ നമുക്കിതിൻ്റെ കൂടെ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS. 1998 അമേരിക്ക, റഷ്യ, യൂറോപ്പ്, ജപ്പാൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്തമായിട്ട് നിർമ്മിച്ചതാണ് ISS. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിൽ ഒന്നാണ്. എന്നാൽ 2030 ISSൻ്റെ കാലാവധി തീരുകയും അതിനെ പസഫിക് സമുദ്രത്തിൽ വീഴ്ത്തി നശിപ്പിക്കുകയും ചെയ്യും. രണ്ടാമതായിട്ടുള്ളതാണ് ചൈനയുടെ ടിയാൻഗോങ് സ്പേസ് സ്റ്റേഷൻ. അമേരിക്ക തങ്ങളുടെ ബഹിരാകാശ നിലയത്തിൽ ചൈനയെ പങ്കെടുപ്പിച്ചില്ല. ഇതിന് മറുപടിയായിട്ട് ചൈന സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ബഹിരാകാശ നിലയമാണ് ടിയാൻഗോങ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ബഹിരാകാശത്ത് ഒരു സ്ഥിരം സാന്നിധ്യം ഉണ്ടാകുന്നത് തന്ത്രപരമായിട്ട് വലിയൊരു വെല്ലുവിളിയാണ്. ഭാവിയിൽ ബഹിരാകാശ യുദ്ധങ്ങളോ ചാരപ്രവർത്തനങ്ങളോ ഒക്കെ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യക്കും സ്വന്തമായിട്ടൊരു താവളം ആവശ്യമാണ്. അതുമാത്രമല്ല, അമേരിക്കയുടെയും റഷ്യയുടെയും ഔദാര്യത്തിനായിട്ട് കാത്തു നിൽക്കാതെ നമ്മുടെ സ്വന്തം ബഹിരാകാശ യാത്രികരെ നമ്മുടെ തന്നെ റോക്കറ്റിൽ നമ്മുടെ സ്വന്തം ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുക എന്നത് ഒരു പരമാധികാര രാജ്യത്തിൻ്റെ അഭിമാന പ്രശ്നം കൂടിയാണ്. 2035 ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പൂർണ്ണമാകുമ്പോൾ സ്വന്തമായിട്ട് സ്പേസ് സ്റ്റേഷനുള്ള ലോകത്തിലെ 4ാമത്തെ മാത്രം രാജ്യമായിട്ട് ഇന്ത്യ മാറും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും സാങ്കേതികമായിട്ടും ഇന്ത്യക്ക് ഇതൊരു വലിയ ഗെയിം ചേഞ്ചർ ആകാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. നിലവിലെ ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയിൽ, അതായത് ഗ്ലോബൽ സ്പേസ് എക്കണോമിയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വെറും 2% മാത്രമാണ്. ഇത് 10% ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ സ്പേസ് സ്റ്റേഷൻ ISR ഒറ്റയ്ക്കല്ല നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഇതിൽ വലിയ പങ്കാളിത്തവുമുണ്ട്. അങ്ങനെ ഇതുവഴി ഇന്ത്യയിൽ ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. പുതിയ മെറ്റീരിയലുകൾ, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ് തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടവും ഉണ്ടാകും. മാത്രമല്ല, മറ്റ് വികസ്വര രാജ്യങ്ങൾക്ക് തങ്ങളുടെ ബഹിരാകാശ യാത്രികരെ പരിശീലിപ്പിക്കാനും പരീക്ഷണങ്ങൾ നടത്താനും നാളത്തെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനെ വാടകയ്ക്ക് നൽകാനും ഇന്ത്യക്ക് സാധിക്കും. ഇതുവഴി കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യവും ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തും. അതായത് നമ്മൾ ചെലവാക്കുന്ന തുകയുടെ പല മടങ്ങ് തിരികെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് തന്നെ വരും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ബഹിരാകാശ നിലയം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുണ്ടോ? ഈ റേസിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. നമ്മൾ ഏറെക്കുറെ തയ്യാറാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ISR ഇതിനായിട്ടുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു. ഈ സ്വപ്നത്തിലേക്കുള്ള ആദ്യ പടിയാണ് ഗഗൻയാൻ പ്രൊജക്റ്റ്. മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിച്ചിട്ട് സുരക്ഷിതമായിട്ട് തിരിച്ചിറക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമാണ് ഇത്. 2026 തന്നെ ഈ ദൗത്യം നടക്കുകയും ചെയ്യും. ഇതിനായിട്ട് നമ്മൾ 4 ഇന്ത്യൻ വ്യോമസേന പൈലറ്റുമാരെ തിരഞ്ഞെടുത്ത് തീവ്രമായ പരിശീലനവും നൽകി റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ ആവശ്യമായ ചില അതിസങ്കീർണമായ സാങ്കേതിക വിദ്യകൾ ഇന്ത്യ ഇതിനകം തന്നെ വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തിട്ടുമുണ്ട്. അതിൽ ആദ്യത്തേതാണ് സ്പേസ് ഡോക്കിംഗ് അഥവാ സ്പേഡെക്സ്. ബഹിരാകാശത്ത് വെച്ച് മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 2 പേടകങ്ങളെ പരസ്പരം കൂട്ടിമുട്ടിക്കാതെ കൃത്യമായി ബന്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡോക്കിംഗ്. സ്പേഡെക്സ് മിഷനിലൂടെ ISR ഇത് ഓൾറെഡി പരീക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. സ്പേസ് സ്റ്റേഷൻ മൊഡ്യൂളുകൾ കൂട്ടിയോജിപ്പിക്കാനായിട്ട് ഇത് അത്യാവശ്യമാണ്. ഇതിനായിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സിസ്റ്റമാണ് ഭാരത് ഡോക്കിംഗ് സിസ്റ്റം. രണ്ടാമത്തേതാണ് റോബോട്ടിക് ആം. സ്പേസ് സ്റ്റേഷൻ്റെ പുറത്ത് അറ്റകുറ്റപ്പണികൾ നടത്താനും മൊഡ്യൂളുകൾ പിടിച്ചു നിർത്താനും ഒക്കെ ഒരു വലിയ റോബോട്ടിക് കൈ ആവശ്യമാണ്. 2025 ജനുവരിയിൽ നടന്ന POEM-4 മിഷനിൽ ISR ഈ റോബോട്ടിക് ആമിൻ്റെ പ്രോട്ടോടൈപ്പ് വിജയകരമായിട്ട് പരീക്ഷിച്ച് കഴിഞ്ഞു. മൂന്നാമതായിട്ട് പരിസ്ഥിതി നിയന്ത്രണവും ജീവൻ രക്ഷാ സംവിധാനങ്ങളും നമുക്ക് വേണം.
കാരണം ബഹിരാകാശത്ത് ഓക്സിജൻ ഇല്ല. അതുകൊണ്ട് തന്നെ ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, ശരിയായ താപനില എന്നിവ നിലനിർത്തുന്ന ഒരു സിസ്റ്റം, എൻവയൺമെൻ്റൽ കൺട്രോൾ ആൻഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്നാണ് ഇതിനെ പറയുന്നത്. ഇതും ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്നതാണ് ക്രൂ എസ്കേപ്പ് സിസ്റ്റം. റോക്കറ്റ് വിക്ഷേപണ സമയത്ത് എന്തെങ്കിലും അപകടമുണ്ടായാൽ അതിലെ യാത്രികരെ സുരക്ഷിതമായിട്ട് ദൂരത്തേക്ക് മാറ്റുന്ന സംവിധാനം 2023 TVD-1 മിഷനിലൂടെ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചു. ചുരുക്കത്തിൽ ബഹിരാകാശ നിലയത്തിനായുള്ള എല്ലാ അടിസ്ഥാന സാങ്കേതിക വിദ്യകളും ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞു. നമ്മളിനി അവയെല്ലാം കൂട്ടിണക്കി പ്രവർത്തിപ്പിക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ വരുന്ന കാതലായ ഒരു ചോദ്യമാണ്, നമ്മുടെ സ്വന്തം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എങ്ങനെ ഉണ്ടാകും? ISRO നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇത് 5 മോഡ്യൂളുകൾ ചേർന്ന ഒരു വലിയ ലബോറട്ടറി ആയിരിക്കും. മൊത്തം ഭാരം ഏകദേശം 52 ടൺ വരും. ആദ്യത്തെ മോഡ്യൂൾ, അതായത് ബേസ് മോഡ്യൂൾ എന്ന് പറയുന്നത് BAS-01 ആണ്. ഇതാണ് 2028 ആദ്യം വിക്ഷേപിക്കുന്നത്. ഇതിന് ഏകദേശം 10 ടൺ ഭാരവും 8 മീറ്റർ നീളവും 3.8 മീറ്റർ വ്യാസവും ഉണ്ടായിരിക്കും. യാത്രികർക്കുള്ള താമസ സൗകര്യം, ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്നിവ ഇതിലുണ്ടാവും. രണ്ടാമത്തേതാണ് BAS-02. ഇതിനെ കോർ മൊഡ്യൂൾ എന്നാണ് വിളിക്കുന്നത്. നിലയത്തിൻ്റെ നിയന്ത്രണം ഈ മോഡ്യൂളിൽ നിന്നായിരിക്കും. പിന്നെ വരുന്നതാണ് BAS-03 ആൻഡ് BAS-04. സയൻസ് ആൻഡ് ലബോറട്ടറി മോഡ്യൂളുകൾ എന്നാണ് ഇതിനെ പറയുന്നത്. പൂർണ്ണമായും ശാസ്ത്ര പരീക്ഷണങ്ങൾക്കുള്ള കേന്ദ്രങ്ങൾ. അവസാനത്തേത് BAS-05 കോമൺ ബെർത്തിങ് മോഡ്യൂൾ, അതായത് ചരക്കുകളും യാത്രികരും അടങ്ങുന്ന പേടകങ്ങൾക്ക് വന്നു ചേരാനുള്ള, അതായത് ഡോക്കിംഗ് ചെയ്യാനുള്ള ഭാഗം. ഈ 5 മോഡ്യൂളുകളും ഒരു കോമൺ ബെർത്തിങ് മെക്കാനിസം വഴി പരസ്പരം ബന്ധിപ്പിക്കും. നിലയം പൂർണ്ണ സജ്ജമാകുമ്പോൾ ഇതിന് 27 മീറ്റർ നീളവും 20 മീറ്റർ വീതിയും ഉണ്ടാവും. ഒരേ സമയം 3 മുതൽ 4 വരെ ബഹിരാകാശ യാത്രികർക്ക് ഇതിൽ താമസിക്കാനും കഴിയും. ഇതിനാവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് 4 ജോഡി സോളാർ പാനലുകളും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അടുത്ത 15 വർഷത്തേക്കുള്ള വളരെ വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാനും ISRO തയ്യാറാക്കിയിട്ടുണ്ട്. 2028 ആദ്യ മോഡ്യൂൾ വിക്ഷേപിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ നിലവിലെ റോക്കറ്റായിട്ടുള്ള LVM-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ഉപയോഗിച്ചിട്ടായിരിക്കും. എന്നാൽ ഈ റോക്കറ്റിന് പരമാവധി 10 ടൺ ഭാരം മാത്രമേ ബഹിരാകാശത്ത് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭാവിയിലുള്ള മോഡ്യൂളുകൾക്ക് 20 മുതൽ 25 ടൺ വരെ ഭാരമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരം വലിയ ഭാരങ്ങൾ കൊണ്ടുപോകാനായിട്ട് ISRO പുതിയൊരു ബാഹുബലിയെ തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് NGLV അഥവാ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ. സൂര്യ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഭീമൻ റോക്കറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും 2035 മുൻപായിട്ട് ബാക്കിയുള്ള മോഡ്യൂളുകൾ നമ്മൾ ബഹിരാകാശത്ത് എത്തിക്കാൻ പോകുന്നത്. ലക്ഷ്യങ്ങൾ അവിടെയും തീരുന്നില്ല. 2028 BAS-01, 2035 പൂർണ്ണമായ ബഹിരാകാശ നിലയം, തുടർന്ന് 2040 ചന്ദ്രനിൽ ആദ്യത്തെ ഇന്ത്യക്കാരനെ ഇറക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഒരു ഇടത്താവളമായിട്ട് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പ്രവർത്തിക്കും. ചന്ദ്രനിൽ പോകുന്ന യാത്രികർക്ക് പരിശീലനം നൽകാനും സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാനും ഈ സ്പേസ് സ്റ്റേഷൻ കൂടിയേ തീരൂ. ഈ യാത്രയിൽ ISRO ഒറ്റയ്ക്കല്ല, ഇന്ത്യൻ വ്യവസായ മേഖലയും യൂണിവേഴ്സിറ്റികളും അമേരിക്കയുടെ NASA പോലെയുള്ള വിദേശ ഏജൻസികളുമായിട്ടുള്ള സഹകരണവും ഭാവിയിൽ ഉണ്ടാകും. സുഹൃത്തുക്കളെ, അവസാനമായിട്ട് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നത് കേവലം ഒരു ബഹിരാകാശ പേടകം മാത്രമല്ല, അത് 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങളുടെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമാണ്. സാങ്കേതിക വിദ്യ മറ്റുള്ളവരിൽ നിന്നും കടം കൊണ്ടിരുന്ന ഒരു ഭൂതകാലത്തിൽ നിന്നും സ്വന്തമായി ബഹിരാകാശ നിലയം തന്നെ നിർമ്മിക്കുന്ന ഒരു ഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പാണ് ഇത്. 2035 നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ അവിടെ തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്വന്തം ത്രിവർണ്ണ പതാക വഹിച്ചുകൊണ്ട് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഭൂമിയെ വലം വയ്ക്കുന്നത് കാണാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. അതൊരു സുവർണ നിമിഷം തന്നെയായിരിക്കും. ഈ വലിയ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന നമ്മുടെ സ്വന്തം ISRO ശാസ്ത്രജ്ഞർക്ക് നമുക്കെല്ലാവിധ ആശംസകളും നേരാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് ശാസ്ത്രം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബഹിരാകാശ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു മികച്ച വിഷയമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.